ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. LD ടൈപ്പിസ്റ്റ് ഗ്രേഡിനും ഒക്കെ ധാരാളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പുതിയ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നും എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/12/2023 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/1/2024 ആണ്. നെയിം ഓഫ് ദ ഫേം കേരള വാട്ടർ അതോറിറ്റി ആണ്. നെയിം ഓഫ് പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 27,200 73,600 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അതുപോലെ തന്നെ അതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. അത് only candidate born between 2/1/1987 and 1/1/2005. Both dates included are eligible to apply for this post. അപ്പോൾ അതുപോലെ തന്നെ OBC-കാർക്ക് SC/ST-കാർക്കൊക്കെ അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കാം. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് KGTE ലോവർ ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇൻ മലയാളം KGTE ലോവർ ആൻഡ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA ആഫ്റ്റർ അണ്ടർഗോയിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് not less than 6 months from an institution recognized by the government of Kerala or quasi government institution in Kerala. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ യോഗ്യതയെ സംബന്ധിച്ച് പറയുന്നത്. ലോവർ ഡിവിഷൻ LD ടൈപ്പിസ്റ്റിനെയാണ്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നമ്മൾ മുമ്പോട്ട് അധികം ദിവസം കളയാതെ തന്നെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് വേറൊരു വേക്കൻസി കൂടെ ഉണ്ട്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2-ന്റെ. അത് നമുക്ക് എന്താണ് അതിന്റെ യോഗ്യത നോക്കാം. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ആണ്. അതിന് 3 ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത്. ഗസറ്റ് ഡേറ്റ് 30/12/2023 ആണ്. ലാസ്റ്റ് ഡേറ്റ് 31/1/2024 ആണ്. കാറ്റഗറി നമ്പർ 698/2023 ആണ്. നെയിം ഓഫ് ദ ഫേം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ 9,190 15,780 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് 18 to 36 ആണ്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1987 and 1/1/2005. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. Other backward communities and SC/ST candidates are eligible for usual age relaxation. അപ്പോൾ OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC ആണ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTE MGTE ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGTE/MGTE ആണ്. പാസ് ഇൻ DCA കോഴ്സ് 6 months ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അത് 2023 ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, SCERT ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടെയുള്ള റാങ്ക് ഫയലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. ഇനി അത് ആരെങ്കിലും റാങ്ക് ഫയൽ മേടിക്കാത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ മേടിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നിലവിൽ പൂർത്തിയായ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അപേക്ഷ അധികം മുമ്പോട്ട് പോകാതെ തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.